നമ്മളിന്ന് ഒന്നുമില്ല വെറുതെ മീൻ വാങ്ങിച്ചപ്പോൾ അത് വീഡിയോ ഇടാന്ന് വിചാരിച്ചു. ചാള വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ്. ചാള നന്നാക്കാൻ അറിയില്ല, കറി വയ്ക്കാൻ അറിയാം, നന്നാക്കാൻ അറിയില്ല. നമുക്ക് നന്നാക്കി നോക്കാമല്ലോ. ഉണ്ണി കൂടെ എൻ്റെ കൂടെ ഉണ്ടാവില്ലേ അല്ലേ? ഹെൽപ്പറായിട്ട് നീ എൻ്റെ കൂടെ ഉണ്ടാവണം. നമ്മൾ ആൻറ്റിമ്മയുടെ വീട്ടിലാണ്. നമ്മുടെ വീട് തൊട്ടപ്പുറത്താ. എന്തോ കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നു. നമുക്ക് പോടാം. ഒരു മണി ഉറങ്ങാം. നമ്മുടെ അമ്മ പറഞ്ഞു മറ്റേ നമ്മൾ വീട്ടിൽ നിന്ന് കയറി ചെല്ലുമ്പോൾ തന്നെ മറ്റേ കുരുമുളകിൻ്റെ ഇതുണ്ട് ഇത്ര. നമുക്ക് ഫ്രഷായിട്ട് അവിടെ നിന്ന് കുരുമുളക് പൊട്ടിക്കാലോ. വെളുത്തുള്ളി ഇല്ലടാ, വെളുത്തുള്ളി എന്തെങ്കിലും വറക്കാം. ഗൈസ് നമ്മൾ ഇത് കറി വയ്ക്കല്ല കേട്ടോ. കറി വയ്ക്കാൻ വേണ്ടി വേറെ മീൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് വറക്കാനാണ്. ഇത് എൻ്റെ സ്പെഷ്യൽ. കറി വയ്ക്കല അമ്മയാണ് കറി വയ്ക്കണേ. അതെന്തിട്ടോ കുടുതയാന്ന് തോന്നുന്നു മീൻ. ഇത് ചാള. എൻ്റെ സൈഡിൽ നിൽക്കുന്നുള്ളൂ, സഹായിക്കണം. ഇതാണ് നമ്മുടെ കുരുമുളകിൻ്റെ ഫ്രഷ്. കണ്ട ഗൈസ്, ഇങ്ങനത്തെ നമുക്ക് കുറച്ച് പൊട്ടിക്ക് കുറച്ചെടുക്കാം. നല്ലതൊക്കെ നല്ല മീനാ ഇവിടെ ഉണ്ടല്ലോ. കിട്ടിയിട്ടുണ്ട് കുറച്ചൊക്കെ. ഫുള്ള് മണ്ണ് അതാ പൊടിയാണ്. നമുക്ക് ഗൈസ് അച്ഛനമ്മേ ഇതിനുള്ളിൽ വെച്ച് മീൻ നന്നാക്കാൻ പാടില്ല. ഇത് എനിക്ക് കഴിഞ്ഞ ഓണപരീക്ഷയ്ക്ക് ബാസ്കറ്റ് ബോൾ കളിച്ചതിന് ദിവ്യ ടീച്ചർ എന്താ പാത്രം ആദിലക്ഷ്മിക്കും കിട്ടിയിട്ടുണ്ട്. ഇല്ലേ ആദിലക്ഷ്മി? അവളതിപ്പോൾ കാണാണ്ട് എന്താണ് അമ്മേമ്മനോടൊന്ന് അകമട്ടെ വയസ്സ് വിളിക്കുന്നുണ്ടല്ലേ. ഇതൊക്കെ കയ്യിലേക്ക് ഇട്ടിട്ട് കഴുകിയിട്ട് വേണം വരാൻ. കഴുകിയിട്ട് വരാട്ടോ. നമ്മൾ കുരുമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് മതി, അല്ലെങ്കിൽ നല്ല എരിവ്. ഇത് നല്ലോണം കഴുകണം. നമ്മൾ ഇത് വെള്ളത്തിലിട്ടൊന്ന് തിരുമ്പി കൊടുത്തിട്ട് എന്താ തനിമാത്തന്നെ ഐസായത് കാണിച്ചിട്ട് കേസ്. ഇത് നമുക്കിവിടെ മാറ്റിക്കാം. ഇത് എന്നോ വാങ്ങിച്ച തണ്ണിമത്തനാണ്. ഫ്രിഡ്ജിൽ വെച്ച് ഐസായി ഇട്ടാക്കി. ഇതിൻ്റെ കീഴിലൊക്കെ കുറയുന്നുണ്ട്. ചീരയുണ്ട് ഗൈസ്. ഇലകളൊക്കെ കുറവാണ്. ഞങ്ങൾ ചീര പൊട്ടിച്ചായിരുന്നു. ഇവിടെ മാവ്, ഒരു ബേബി ഫ്ലവർ ഉണ്ടായിട്ടുണ്ട്. ഈ പ്രോസസ്സൊക്കെ എനിക്കറിയാം. തല കളയാനാണ് എനിക്കൊരു പേടി. നമ്മൾ ചതമ്പിൽ കളഞ്ഞിട്ടുണ്ട്. ഈ അതിനെവിടുന്ന് അടി ചതമ്പല് കാണിച്ചാ അടുത്ത മീൻ എടുക്കട്ടെ കേട്ടോ. വഴുതി പോവാ. അയ്യോ വാല് ഇത് കളയണം. കാട്ടുമുക്കിൽ ചെയ്യണ്ട ഗൈസ്. നമ്മൾ കഴുകി വൃത്തിയാക്കി വന്നു. നടുവേന എടുത്തിട്ട് കഴുകാൻ. അയ്യോ ഇതൊന്നും വൃത്തിയാക്കാൻ പറ്റില്ല നമുക്ക്. നന്നാക്കിയിട്ടാണെങ്കിൽ തരൂല്ലേ അവർ. കഴുകി വൃത്തിയാക്കിയിട്ടാ. എത്ര മിനിറ്റ് ആയെന്നൊന്നും അറിയില്ല. നമ്മളതിൽ കല്ലുപ്പിട്ട് വെച്ചിട്ടുണ്ട്. കല്ലുപ്പ് കുറച്ച് കൂടിപ്പോയി എന്ന് സംശയം. അങ്ങനെ തീരുന്നതാ.
തിരുമ്പിയിട്ട് ഒന്ന് വെക്കുക കുറച്ച് നേരം. നല്ലോണം തിരുമ്പടി. നല്ലോണം തിരുമ്പം കഴുകിയാണ് നമ്മൾ 3 വട്ടം കഴുകിയിട്ടാ. 3 വട്ടം കഴുകി കഴിഞ്ഞിട്ടാണ് ഉപ്പിട്ടത്. എന്നിട്ട് ഉപ്പിട്ടിട്ട് കുറച്ച് നേരം വെക്കുക. ആ നേരം കൊണ്ടേ ആ കുരുമുളക് ഒന്ന് ചതച്ചെടുക്കാം. അരച്ചെടുക്കാനുള്ളതൊന്നുമില്ല, ചതച്ചെടുക്കാം നമുക്ക്. അമ്മ പറഞ്ഞേ ഈ ഇത്രയും കുരുമുളക് തികയില്ല, എത്ര കുറച്ച് കൂടുതൽ മീനില്ലേ. അത് നമുക്ക് ആ പൊടിച്ച കുരുമുളക് ഫുള്ള് കൊടുക്കാം. ഫുള്ള് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിനിപ്പോൾ എവിടെയാണോ അമ്മ ആ എടുത്ത വെച്ച കുരുമുളക് എവിടെ? ഞാൻ പൊട്ടിച്ചോണ്ടെന്ന കുരുമുളക് എവിടെ? ഇതപ്പോൾ നമ്മൾ പൊട്ടിച്ചത് ഫുള്ളും ഉണ്ട് കേട്ടോ. അമ്മ ഇതിലേക്ക് പൊട്ടിച്ചിട്ടു എന്ന് പറഞ്ഞു. മിക്സിയിലിട്ട് അടിക്കാം കേട്ടോ. ചതച്ച് കഴിയുമ്പോഴേ നമ്മൾ വറുത്ത് കഴിയുമ്പോൾ ഈ കുരുമുളകൊക്കെ വെളിച്ചെണ്ണയുടെ അടിയിൽ പോയി കിടക്കും. അപ്പം പിന്നെ അതിൻ്റെ ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഇത് മിക്സിയിലിട്ട് അടിച്ചിട്ട് അതിൽ പേസ്റ്റ് ചെയ്ത് തേക്കാം. നമുക്ക് നന്നാക്കി കൊണ്ടിരിക്കാം ഗൈസ്. നമ്മൾ കുരുമുളക്, ചെറിയുള്ളി, ഇഞ്ചി ഇതൊക്കെ ഇട്ടിട്ട് കേട്ടോ നമ്മൾ ഇത് അരയ്ക്കാൻ പോണേ ഗൈസ്. എന്നിട്ട് നമ്മൾ കുറേ ഇത് ഒരു വട്ടം കൂടി കഴുകാം കേട്ടോ. നമുക്ക് നമ്മൾ ബനിയൻ നിന്റെ ട്രൗസർ എൻ്റെ പോനെ ട്രൗസർ എനിക്ക് എവിടെ നിന്നാണോ കിട്ടിയത്? എത്രാം ക്ലാസ്സിൽ തേടി ഗൈസ്. നമ്മൾ ഈ മീൻ ഇപ്പം വറക്കില്ല കേട്ടോ. കാരണം ടൈം 6:30 കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ വിളക്കൊക്കെ വെക്കണ സമയമല്ലേ. അപ്പോൾ ഈ ടൈമിൽ വറുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്മെല്ല് ഭയങ്കരമായിട്ട് വരും. അപ്പോൾ നമ്മളൊരു 7 മണി 7:15 ആയിട്ടാണ് വറക്കണുള്ളൂ കേട്ടോ. ഓ ഞാൻ കാണിച്ചു തന്നില്ലേ നേരത്തെ വീഡിയോയിൽ? ഇവിടെ കുറേ ചെടികൾ നമ്മൾ നട്ടു വെച്ചിട്ടുണ്ടെന്ന്. ഇവിടുത്തെ മഞ്ഞളാ? നമ്മൾ ഈ ഒരു ഫുൾ പീസ് എടുക്കണില്ല, കുറച്ച് ഈ ഒരു പീസ് എടുക്കണുള്ളൂ കേട്ടോ. കിട്ടില്ല നമ്മൾ ഈ ഒരു പീസായിട്ട് എടുക്കണുള്ളൂ ഇഞ്ചി. അവിടെ ഉണ്ടെന്ന് നെറ്റ് ഇതിൽ കണക്ട് ആയിട്ടൊന്നുമില്ല. Of course. ഗൈസ് നമ്മൾ ഇഞ്ചി നല്ല ഫ്രഷ് ഇഞ്ചി കേട്ടോ. ഇതിലിടാൻ പോട്ടാണ്. ഇനി മിക്സിയിൽ അടിച്ചിട്ട് വരാം ഗൈസ്. നമ്മളിത് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. വലിയ കളറൊന്നും ഇല്ല കേട്ടോ. എരിവുണ്ടാവുമായിരിക്കും. നല്ലോണം എരിവ് വേണം. കുറച്ച് കുരുമുളക് പൊടി ഇടാം. കുറച്ച് കുരുമുളക് പൊടി ഇട്ടുണ്ട്. കുരുമുളക് പൊടി ഇട്ടുണ്ട് ഗൈസ്. ഇതൊക്കെ മിക്സ് ചെയ്യാം. ഇനി എരിഞ്ഞിട്ട് ഇവിടെ അലമുണ്ടാക്കി കഴിഞ്ഞാൽ ഇത് അത്യാവശ്യം പിടിച്ചു വരുമ്പോഴേക്ക് 7 മണി ഇനിയാണ് വലിയ ടാസ്ക്. ഇത് നമ്മൾ കല്ലുപ്പിൽ ഇട്ട് വെച്ചിട്ടുണ്ടായ. ഇനി ഇത് ഉപ്പൊക്കെ അരിഞ്ഞു ഇത് കഴുകണം. ഇത് വീഡിയോ എടുക്കുക. ഗൈസ് നമ്മൾ ഇതിലേക്ക് ചോറ് വെച്ചിട്ടില്ല. നന്നായിട്ടുണ്ട്. ഇത് ഇട്ടോടെ കാണും. 1 മിനിറ്റ് ഗൈസ്. ദേ ഇട്ട വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. ഇവിടെ സമുദായത്തിൽ നിന്ന് ആൾക്കാർ വന്നിട്ടേ നമ്മുടെ പൂരത്തിന്
ഡ്രസ്സ് കോഡ് തയ്ക്കണ്ടേ, അപ്പം അതിന് വന്നേക്കായിരുന്നു. അപ്പോൾ ഉണ്ണിയൂട്ട അളവെടുക്കാൻ പോയത് വീടെടുക്കാൻ പറ്റില്ല. കുറവാ അതൊക്കെ മതി.